ഇന്ന് നമ്മൾ പാൽപ്പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് പാൽപ്പൊടി, അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഏലക്ക ചതച്ചും ചേർത്തു, പാലും ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കേക്കിൻ്റെ ബാറ്ററിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തു. പിന്നെ ഒരു പാത്രത്തിലോട്ട് ബട്ടർ ഒഴിച്ചു. ബട്ടർ മെൽറ്റ് ആയപ്പോഴത്തേക്കിന് ഈ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം, കുറച്ച് നേരം നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഈ വെള്ളം ഡ്രൈ ആയിട്ട് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന നല്ല പരുവാകും. അതാകുമ്പോഴത്തേക്കിന് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ ബേക്കിംഗ് ട്രേയിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ അകത്തോട്ട് നമ്മുടെ ബേക്കിംഗ് ഷീറ്റ് ഒഴിച്ച് അതിൻ്റെ അകത്തൊരു നെയ്യ് തടവിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്റർ അതിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ സ്പാറ്റിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തോട്ട് 2 ബദാം ക്രഷ് ചെയ്തോ ചതച്ചോ ചേർത്തിട്ട് നമ്മൾ ഒരു ബേക്കിംഗ് ഒരു പൗഡറോ അല്ലെങ്കിൽ സ്പാറ്റിൽ വെച്ചുകൊണ്ട് നമുക്കിത് പ്രസ് ചെയ്യാതെ, കാരണം ബദാം അതിൻ്റെ അകത്തോട്ടൊന്ന് പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ എല്ലാം കൂടി കവർ ചെയ്തിട്ട് ഒരു 1 അവർ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കണം. 1 അവറിൽ വെക്കണം. അപ്പോൾ അതൊന്നൊരു സെറ്റാവും. അപ്പോൾ കറക്റ്റ് 1 അവർ കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് തടിയൊരു പരുവത്തിൽ നല്ല സെറ്റായി കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ പേടയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇതിൽ മധുരം ഞാൻ 1/2 കപ്പ് ചേർത്തപ്പോൾ നല്ല മധുരമായിരുന്നു. മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/4 കപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ ബാറ്റർ റെഡി ആകുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം, മധുരം വേണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ സെയിം തന്നെ യൂസ് ചെയ്യാം. ഞാനാണെങ്കിൽ 1/2 കപ്പ് ചേർത്തപ്പോൾ ഇച്ചിരി മധുരം കൂടിപ്പോയായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് സെക്കൻഡ് ഡേ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ഡിഷായിട്ട്, ഇന്ന് കഴിച്ചപ്പോഴായിരുന്നു ഒന്നുകൂടി ടേസ്റ്റ്. ഓക്കെ.